ദൈവനാമത്തിന് മഹത്വം. എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. നമ്മുടെ കഥാപാത്ര പഠനത്തിൻ്റെ 6ാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചിന്തിക്കുന്നത് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ പൗലോസ് ഇങ്ങനെ പറയുന്നു: ഇങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ സഹവൃത്യനായ എപ്പഫ്രാസിനോട് പഠിച്ചിട്ടുണ്ടല്ലോ. എപ്പഫ്രാസിൽ നിന്നും കൊലോസ്യയിലുള്ള ദൈവജനം ചില കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. എപ്പഫ്രാസ് അധ്യാപകനായിരുന്നോ? അത് നമുക്കറിയില്ല. പക്ഷേ പൗലോസിൻ്റെ വാക്കുകളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് എപ്പഫ്രാസ് കൊലോസ്യ സഭയിലുള്ള ദൈവജനത്തെ പഠിപ്പിച്ചിരുന്നു. എപ്പഫ്രാസിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഫലമായാണ് കൊലോസ്യ സഭ സ്ഥാപിതമായത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ആ സഭയിലുള്ള ദൈവജനത്തെ ദൈവത്തിൻ്റെ വചനം പഠിപ്പിച്ചതും അവരുടെ ആത്മീക വളർച്ചയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തതും എപ്പഫ്രാസ് ആണെന്ന് ന്യായമായിട്ടും നമുക്ക് ചിന്തിക്കാം. ഇനി എന്താണ് എപ്പഫ്രാസ് കൊലോസ്യരെ പഠിപ്പിച്ചത്? അത് പൗലോസ് തന്നെ 6-ാം വാക്യത്തിൽ പറയുന്നുണ്ട്: ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലുമെത്തി. നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവ്വലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു. എന്നിട്ട് പൗലോസ് പറയുന്നു: ഇങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ സഹവൃത്യനായ എപ്പഫ്രാസിനോട് പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണ് എപ്പഫ്രാസിൽ നിന്നും അവർ പഠിച്ചത്? ഈ ദൈവകൃപയെക്കുറിച്ച് അവർ കേട്ടറിഞ്ഞ നാൾ മുതൽ എല്ലായിടത്തും സംഭവിക്കുന്നത് പോലെ കൊലോസ്യയിലുള്ള ദൈവജനവും ഫലം കായ്ച്ചും വർദ്ധിച്ചും വന്നുകൊണ്ടിരുന്നു. ഇതാണ് അവർ എപ്പഫ്രാസിൽ നിന്നും പഠിച്ചത്. അതായത് ഫലം കായ്ക്കുന്നതിനെക്കുറിച്ചും ആത്മീക ജീവിതത്തിൽ ആത്മീക വർധനവ് വരുന്നതിനെക്കുറിച്ചുമൊക്കെ അവർ എപ്പഫ്രാസിൽ നിന്നും പഠിച്ചിരുന്നു. രക്ഷിക്കപ്പെട്ട ഏതൊരു ദൈവവൈതലിനെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഫലം കായ്ക്കുക എന്ന് പറയുന്നത്. ഫലം കായ്ക്കുക എന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നാമതായി ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 22-23 വാക്യങ്ങളിൽ ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഇതൊക്കെ ആത്മാവിൻ്റെ ഫലങ്ങൾ എന്ന് നമ്മൾ പറയുന്നു. ഇതൊക്കെ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നാം അനുവർത്തിക്കേണ്ട കാര്യങ്ങളാണ്. രണ്ടാമതായി യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. ഇവിടെ പറയുന്നത് നാം പോയി ഫലം കായ്ക്കണം, അല്ലെങ്കിൽ സുവിശേഷം അറിയിക്കുന്നതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പുതിയ വിശ്വാസികളെ ഉളവാക്കണം, ആത്മാക്കളെ നേടണം എന്നൊക്കെയാണ് ഈ വാക്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് രണ്ടും ദൈവത്തിന് പ്രസാദകരമായ കാര്യങ്ങളാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സന്ദേശം ലോകത്തിന് കൈമാറേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. സുവിശേഷം അറിയിക്കുന്ന കാര്യത്തിൽ ഏതു വിധത്തിലും ചിലരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി തീർന്നു എന്നാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. അധികം പേരെ നേടേണ്ടതിന് ഞാൻ എന്നെ തന്നെ എല്ലാവർക്കും ദാസനാക്കി എന്നും പൗലോസ് പറയുന്നുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 19 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പൗലോസ് പറയുന്നത്: യഹൂദന്മാരെ നേടേണ്ടതിന് ഞാൻ യഹൂദന്മാർക്ക് യഹൂദനെ പോലെയായി, അതുപോലെ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവനെ പോലെയായി. കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുന്ന കാര്യത്തിൽ, പ്രസംഗിക്കുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്ന കാര്യത്തിൽ യാതൊരു മടിയും ഉള്ള വ്യക്തിയായിരുന്നില്ല പൗലോസ്. അതിനുവേണ്ടി തന്നെ ദാസനാക്കിയിരിക്കുന്നു എന്നാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്.
അദ്ദേഹത്തിന് സുവിശേഷം അറിയിക്കുന്ന കാര്യത്തിൽ യാതൊരു ലജ്ജയും ഉണ്ടായിരുന്നില്ല എന്ന് റോമാലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് പൗലോസ് പറയുന്നത്, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു, ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ഈ സുവിശേഷത്തെക്കുറിച്ചും ഈ സുവിശേഷ നിമിത്തം അനേകർ ക്രിസ്തുവിനെ അറിയേണ്ടതിനെക്കുറിച്ചുമെല്ലാം എപ്പഫ്രാസ് കൊലോസ്യരെ പഠിപ്പിച്ചിട്ടുണ്ടെന്നാണ് പൗലോസിൻ്റെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പൗലോസ് അങ്ങനെയാണ് അവിടെ പരാമർശിച്ചിരിക്കുന്നത്. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ക്രിസ്തു യാഗമായി തീർന്നു. പിതാവ് തൻ്റെ പുത്രനിലൂടെ നമ്മെ സ്നേഹിച്ച ആ മഹാസ്നേഹത്തെക്കുറിച്ചും അതുവഴി നമുക്ക് ലഭിക്കുന്ന നിത്യജീവനും മറ്റെല്ലാ ദാനങ്ങളെയും കുറിച്ച് ലോകത്തിന് കൈമാറുവാൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. സുവിശേഷം അറിയിക്കുവാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സന്ദേശം അറിയിക്കുവാൻ ഈ നാളുകളിൽ നാം കൂടുതൽ ഉത്സാഹികളാകേണ്ടതുണ്ട്. എത്രയോ സമയങ്ങളാണ് നാം നഷ്ടമാക്കി കളയുന്നത്. മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടി നാം നമ്മുടെ സമയങ്ങൾ മാറ്റിവെക്കുന്നു. എന്നാൽ സുവിശേഷം അറിയിക്കുന്നതിൽ, ക്രിസ്തുവിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നതിൽ, ആ സ്നേഹത്തെക്കുറിച്ച് മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നതിൽ നാം എത്രമാത്രം നമ്മുടെ സമയം മാറ്റിവെക്കുന്നുണ്ട്. മത്തായി സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 37-38 വാക്യങ്ങളിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, കൊയ്ത്തു വളരെയുണ്ട് സത്യം, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിൻ്റെ യജമാനനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പിൻ. ഇവിടെ നമുക്ക് 2 കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. ഒന്ന്, സുവിശേഷം അറിയിക്കുവാൻ വ്യക്തികളെ അയക്കേണ്ടതിന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കും. അതും മാത്രമല്ല, നമ്മൾ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, നാം സുവിശേഷം അറിയിക്കുകയും വേണം. ഈ നാളുകളിൽ കർത്താവിൻ്റെ സന്ദേശം മറ്റുള്ളവരിലേക്ക് കൈമാറുന്നതിന് വേണ്ടി വളരെ ഉത്തരവാദിത്വ ബോധമുള്ളവരായിട്ട് നമുക്ക് മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട്. നമ്മുടെ മുമ്പിൽ ധാരാളം സാധ്യതകളുണ്ട്. ആ സാധ്യതകളെ കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി വിനിയോഗിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഈ നാളുകളിൽ അത്തരത്തിലുള്ള ഒരു സമർപ്പണത്തിലേക്ക് നമ്മുടെ ചിന്തകൾ മാറട്ടെ. അപ്പോൾ നാം ചിന്തിച്ചു വന്നത്, അവർ ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നതിനെക്കുറിച്ച് അവർ എപ്പഫ്രാസിൽ നിന്നും പഠിച്ചിരുന്നു. ബാക്കി ഭാഗം നമുക്ക് നാളത്തെ ക്ലാസ്സിൽ ചിന്തിക്കാം. കർത്താവ് നമ്മെല്ലാവരെയും സഹായിക്കട്ടെ.